പൂക്കോട് വെറ്റിനറി സർവകലാശാല വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണത്തിൽ നടപടിക്രമങ്ങൾ വീഴ്ചയുണ്ടായിട്ടില്ലെന്ന് സർവകലാശാല ഡീൻ ഡോക്ടർ എം.കെ. നാരായണൻ. സിദ്ധാർത്ഥന്റെ ജീവൻ രക്ഷിക്കാൻ ശ്രമിച്ചിരുന്നുവെന്ന് ഡീൻ പറഞ്ഞു. അസിസ്റ്റന്റ് വാർഡനാണ് ആത്മഹത്യാ ശ്രമം ഉണ്ടായെന്ന വിവരം തന്നെ അറിയിച്ചത്. ഉടൻ തന്നെ താൻ ഹോസ്റ്റലിലെത്തി സിദ്ധാർത്ഥനെ ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ലെന്നും അദ്ദേഹം പറഞ്ഞു. സിദ്ധാർത്ഥന്റെ മരണവിവരം ഉടൻ തന്നെ വീട്ടുകാരെ അറിയിച്ചിട്ടുണ്ട്. അവർ യൂണിവേഴ്സിറ്റിയിലെത്തിയപ്പോൾ എല്ലാ സൗകര്യങ്ങളും ചെയ്തു നൽകിയത് താനാണെന്നും ഡീൻ പറഞ്ഞു. ഹോസ്റ്റലിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ലെന്ന റിപ്പോർട്ടാണ് അസിസ്റ്റന്റ് വാർഡനും കുട്ടികളും നൽകിയതെന്നും ഡീൻ കൂട്ടിച്ചേർത്തു. ഇത് വിത്തിൻ 5 മിനിറ്റ്സ് നമ്മുടെ യൂണിവേഴ്സിറ്റി അറിഞ്ഞിട്ടുണ്ട്. 19, 20, 21 തീയതികളിൽ ഇവിടെ ഒരു കരിയർ അഡ്വാൻസ്മെന്റ് ഇന്റർവ്യൂ എന്ന് പറഞ്ഞല്ല ഇവിടുത്തെ പ്രൊഫസർമാർ ആകാനും സീനിയർ പ്രൊഫസർ ആകാനും അസോസിയേറ്റ് പ്രൊഫസർ ആകാനുള്ള ഇന്റേണൽ, അതായത് പുറത്തുനിന്നുള്ള റിക്രൂട്ട്മെന്റ് അല്ല, അത് രണ്ടാണ്. പുതിയ ആളുകളെ റിക്രൂട്ട് ചെയ്യുന്നതല്ല, നിലവിലെ അധ്യാപകർക്ക് പ്രൊമോഷൻ കൊടുക്കുന്ന ഒരു ഇന്റർവ്യൂ 3 ദിവസത്തേക്ക് ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഭാഗമായിട്ട് തലേ ദിവസം സാർ എത്തിയിട്ടുണ്ടാവും. ഇത് റാഗിങ് ആണ്. നമുക്ക് വളരെ നിസ്സാരമായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റില്ല. ഏറ്റവും 24 മണിക്കൂറിനുള്ളിൽ ഇതിനുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അറിയിക്കണം. ഇതിൽ റാഗിങ്ങിന്റെ എന്തെങ്കിലും അംശം ഉണ്ടെങ്കിൽ ഉടൻ തന്നെ പോലീസിനെ അറിയിക്കണം എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഹെഡ് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷൻ വിൽ ബി പെനലൈസ്ഡ്. അതുകൊണ്ട് നമ്മൾ ഇമ്മീഡിയറ്റ് ആക്ഷൻ